നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ആ കോടതി വിധി അത് നമ്പർ 1 ആട്ടോ. അല്ലെങ്കിൽ ആ കോടതി ഉണ്ടല്ലോ, അത് നമ്പർ 1 കോടതിയാ. പക്ഷെ ഇത് ഒരു വസ്തുവിന് പറ്റില്ല. ഈ കോടതി ഞങ്ങൾ സമ്മതിക്കില്ല. ഞമ്മന്റെ നാട്ടിൽ ഞമ്മൻ പറയുന്നതാണ് കോടതി, നിങ്ങൾ പറയുന്നതല്ല. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഞങ്ങൻ പറയുന്നതാണ്, അല്ലാതെ നീയൊന്നുമല്ല ജഡ്ജിയെ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ നാട്, ഈ അൽഘോരം ദൈവത്തിന്റെ നാടായിരുന്ന ഈ നാടിനെ ചെകുത്താന്റെ നാട്, ചെകുത്താന്മാർക്ക് കൂട്ടിക്കൊടുത്ത, ഇടതും വലതും മാറി മാറി ഭരിച്ചുകൊണ്ട് ഈ നാടിനെ നശിപ്പിച്ച ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ പോലും ഏതൊരു സാധാരണക്കാരനും അവസാനത്തെ അത്താണിയായിട്ടുള്ള ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾ അതിനെപ്പോലും തെരുവിൽ വലിച്ചിഴച്ചുകൊണ്ട് നാണം കെട്ട രീതിയിൽ അന്തം കമ്മികളും അന്തം കമ്മിണികളും കാട്ടിക്കൂട്ടുന്ന ശുദ്ധ വൃത്തികേട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇത് കേട്ടിട്ട് നമുക്ക് ഓടി വരാം, കേൾക്കാം. ഇദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്കയുടെ ചെയറിലിരിക്കുന്നയാള് സിനിമ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ, ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു. ഞാൻ പറയുന്നത്, ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, 2 അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളിത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. ഇതിൽ പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ആപ്രിഹെൻഷൻ, അതായത് എനിക്ക് നീതി കിട്ടുന്നില്ല എന്നൊരു ആപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ ആ ആപ്രിഹെൻഷൻ നമുക്ക് തോന്നിയാൽ പോരാ, പക്ഷേ കോടതിക്ക് ഇതൊരു റീസണബിൾ ആപ്രിഹെൻഷൻ ആയിട്ട് തോന്നണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ എല്ലായ്പ്പോഴും നമ്മുടെ നാട്ടിലെ കോടതികൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ കോടതികൾ പറഞ്ഞിരിക്കുന്ന, പലരും കണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ സുപ്രീം കോടതി വരെ പോയി ഒന്നിലധികം തവണ സുപ്രീം കോടതി തന്നെ റിജക്ട് ചെയ്തിരിക്കുന്ന ആരോപണങ്ങളെ വീണ്ടും പറയുന്ന സമയത്ത് അത് കേവലം ഒരു കോടതിയോടുള്ള വിമർശനം എന്നതിനപ്പുറത്തേക്ക് നിയമപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ലീഗൽ അവന്യൂസ് അപ്പോൾ ഈ 2 കോടതികൾ ഈ വിഷയം പരിഗണിക്കുകയും അത് മുഖവിലേക്ക് എടുക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വിധിന്യായം വന്നതിന് ശേഷം വിമർശനം ഉന്നയിക്കുന്നതിന് എന്ത് പ്രസക്തി എന്ന ചോദ്യമാണ് ശ്രീജിത്ത് ഉന്നയിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയിലേക്ക് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇത് വിട്ടുപോകും. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ, ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതുകൂടെ അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ. വാദം നമ്മൾ മുഖവിലേക്ക് എടുത്താലുള്ള പ്രശ്നം വേടന്റെ കേസിൽ കോടതിയുടെ ചോദ്യം ചെയ്യലിനെ ഭാഗ്യലക്ഷ്മി ചേച്ചി എടുക്കും. ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുത്. ശ്രീജിത്തിനെ എല്ലാ രീതിയിലും ഇരട്ടത്താപ്പാട് ഭാഗ്യലക്ഷ്മി ചേച്ചി. കോടതി സംശയം പ്രകടിപ്പിച്ചാൽ വേടന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചാൽ അതായത് രമണ, ഇവിടെ കോടതിയുടെ വിധികളൊന്നും അല്ല ഞങ്ങൾക്ക് പ്രാധാന്യം. ഞങ്ങൾക്കിവിടെ പോലീസുണ്ട്, പാർട്ടിക്ക് കോടതിയുണ്ട്, പിന്നെ തീവ്രത അളക്കുന്ന മെഷീനുണ്ട്. എന്തിന്റെ തീവ്രതയാ? ബലാത്സംഗമായാലും സ്ത്രീ പീഡനമായാലും ഏതൊക്കെ രീതിയിൽ നടന്നാലും അതൊക്കെ ഞങ്ങൾ അളക്കും. ഞങ്ങൾ അളന്നിട്ട് നിന്നോടൊക്കെ പറയും, അതിന് തീവ്രത കുറവാ, ഇതിന് കുറച്ച് തീവ്രത കൂടുതലാ. അത്തരത്തിലുള്ള തീവ്രത കൂടുതലുള്ള കേസും കുറഞ്ഞ കേസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുകേഷ് എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ സഖാവുണ്ട്, കൊല്ലത്തുള്ള MLA. ഇയാൾ പീഡിപ്പിച്ച പെണ്ണുങ്ങളുടെ, അതല്ലെങ്കിൽ അയാൾക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ, കേസുകളുടെ എണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മന്റെ സഖാക്കന്മാരെ എങ്ങനെയാണ് വിലയിരുത്തുക എന്നറിയാമോ? മുകേഷിന്റെ തീവ്രത കുറഞ്ഞതാ, എന്നാൽ വേറെ ആരുടേതെങ്കിലും ആണെങ്കിലോ വലിയ തീവ്രത കൂടിയതാ. നാണവും മാനവും ഉളുപ്പും ഉണ്ടോ എന്ന് ആരും ഇവറ്റകളോട് ചോദിക്കേണ്ടതില്ല. കാരണം അത് ജന്മനാ കിട്ടിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾക്കറിയാം, ജന്മനാ കിട്ടുന്നതാണ് സംസ്കാരവും മാനവും ഉളുപ്പും എന്നുള്ളത്. ഇത്
കിട്ടിയില്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഇത് മറ്റൊന്നുമല്ല, ദിലീപിന്റെ കേസിൽ ദിലീപിനെതിരെ വ്യാജ പരാതി ഉണ്ടാക്കി ആസൂത്രണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് കെട്ടിച്ചമച്ചുകൊണ്ട് അദ്ദേഹത്തെ 90 ദിവസത്തോളം ജയിലിൽ അടച്ചതൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ടോ ആ 90 ദിവസം ജയിലിൽ അടച്ച ആ കാര്യത്തിന് യാതൊരു തെളിവുമില്ല എന്നുള്ളത് കോടതി കൃത്യമായിട്ടും കണ്ടെത്തി. അങ്ങനെ ദിലീപിനെ വെറുതെ വിട്ടു. വെറുതെ വിട്ട ദിലീപിനെ ഞങ്ങൾ അങ്ങനെ വെറുതെ വിടില്ല. കാരണം ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ള ഭരണഘടനയെയോ നീതിന്യായ വ്യവസ്ഥയെയോ പോലീസിനെയോ ഒന്നുമല്ല ഞങ്ങൾക്ക് വില. ഞങ്ങൾക്ക് പോലീസ് വേറെയുണ്ട്, ഞങ്ങൾക്ക് കോടതി വേറെയുണ്ട്, ഞങ്ങൾക്ക് എന്തൊക്കെയാണോ തീവ്രത അളക്കാനുള്ള മെഷീൻ അടക്കമുണ്ട്. അതുകൊണ്ട് ആരൊക്കെ ഇവിടെ പീഡിപ്പിച്ചു കഴിഞ്ഞാലും അത് പോലീസോ നിയമവ്യവസ്ഥകളോ ഒന്നുമല്ല കൈകാര്യം ചെയ്യാം. ഞങ്ങൾ പീഡനം അളന്നിട്ട് കൂടുതലാണോ കുറച്ചാണോ എന്നൊക്കെ ഞങ്ങൾ പറയും. അത്തരത്തിലാണ് വേടൻ എന്ന് പറയുന്ന കാടൻ കഞ്ചാവ് കേസിൽ അതല്ലെങ്കിൽ ബലാത്സംഗ കേസിൽ വളരെ നിഷ്ഠൂരമായി സ്ത്രീകളെ പിച്ചി ചീന്തുന്ന ആ ഒരു വൃത്തികെട്ട ജന്തു അവന് വേണ്ടി ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്ന ഈ സ്ത്രീയെ കാണുമ്പോഴാണ് അമേധ്യത്തിൽ മുക്കിയ ചൂലെടുത്തുകൊണ്ട് ഈ സ്ത്രീയെ കണ്ടം വഴി ഓടിക്കേണ്ടത്. നോക്കൂ, ഈ നാട്ടിലെ കോടതികളൊക്കെ വിധി പ്രസ്താവിക്കുമ്പോൾ ഇമാതിരിയുള്ള നാണം കെട്ട ഊളകളുടെ കാലും കൈയും പിടിച്ചിട്ട് നിങ്ങൾ അതിന് സമ്മതിക്കണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട് എന്ന് ഇവറ്റകൾ ഇങ്ങനെ പറയാതെ പറയുമ്പോൾ ഈ നാട് എവിടെ എത്തി എന്നുള്ളത് ചിന്തിക്കാൻ ഇന്നും അടിമ മലയാളിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധം വന്നിട്ടില്ല. എന്നാൽ ഞാൻ എന്നെ സ്വയം വിളിക്കുന്നത് പ്രബുദ്ധ മലയാളി എന്നാണ്. നാണവും മാനവും ഉണ്ടോടാ മലയാളി എന്ന് ഏതെങ്കിലും അന്യ സംസ്ഥാനക്കാർ ചോദിച്ചാൽ, അതല്ലെങ്കിൽ ലോകം ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ് മലയാളിയുടെ കൊണം എത്രത്തോളം ഉണ്ടെന്ന്. ലോകം മുഴുവൻ വെറുക്കുന്ന ഇസ്ലാമിക കൊടും ഭീകരവാദികളെ വെള്ളപൂശി ഇവിടെ നായകന്മാരാക്കി കൊണ്ടു നടക്കുന്നത് ആരാ ആരാ ആരാ? ഞമ്മനാ പ്രബുദ്ധ മലയാളി. മലയാളിക്കല്ലാതെ വേറെ ആർക്കത് കഴിയും? അതിന് പേരിട്ട് വിളിക്കുന്നൊരു പേരുണ്ട്, എന്താ? മതേതരൻ എന്ന്. ഈ മതേതരൻ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമേ മതേതരരാകുള്ളൂ. ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനും ആ മതേതര പട്ടം കിട്ടില്ല കേട്ടോ. ഇവിടെ മുസ്ലിമിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ ചാടി ഇറങ്ങിയിട്ട് മതേതര കൊടിയും വീശിയും കിട്ട് ഇറങ്ങും. എന്നിട്ട് വിളിക്കും മുദ്രാവാക്യം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ഒരു മാനവ രക്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങും. എന്നിട്ടോ കാട്ടിക്കൂട്ടുന്നതൊക്കെ ജിഹാദികൾക്ക് വേണ്ടി, രാജ്യദ്രോഹികൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഈ വേടനെ പോലെയുള്ള കഞ്ചാവോളി ബലാത്സംഗ വീരന്മാർക്ക് വേണ്ടിയാവുമ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇനിയും ചാനലുകളിൽ വന്ന് മെഴുകിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വേടന് സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്തപ്പോഴേ ആ അവാർഡ് കമ്മിറ്റിയുടെ ടോപ്പിൽ ഇരുന്ന സ്ത്രീയായി ഈ സ്ത്രീ. ആ സ്ത്രീക്ക് അന്ന് നവോത്ഥാനം, സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് വേണ്ടി, അവൾക്കൊപ്പം എന്നൊന്നും പറയാനുള്ള നാവ് പൊന്തിയില്ല. കാരണം വലിയ കപ്പയായിരുന്നു വായയ്ക്ക് ഉള്ളിൽ. പിന്നെ കൈയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്ന അന്തംഗമ്മികളെ. അതുകൊണ്ട് വേടൻ ബലാത്സംഗം ചെയ്ത, വേടൻ പീഡിപ്പിച്ച സ്ത്രീകൾക്കൊപ്പമല്ല ഞങ്ങൾക്കാകെ ദിലീപിനെ കോടതി തെളിവില്ലെങ്കിലും വേണ്ടില്ല, കോടതി ദിലീപിനെ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കോടതി വെറുതെ വിടില്ല, ഞങ്ങളുടെ പോലീസ് വെറുതെ വിടില്ല എന്നും പറഞ്ഞ് നാണവും മാനവും ഉളുപ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരി ഭരണകൂടമേ, നിനക്ക് കിട്ടാനുള്ളത് പഞ്ചായത്ത് ഇലക്ഷനിൽ കിട്ടി, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങാൻ പോവുകയാണ്. ഒരു 4-5 മാസം കൂടി അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.